എൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം മെട്രോയാണ്. ട്രിവാൻഡ്രം ഒരു മെട്രോ നഗരമാണ്. മൂന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഊഴത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് അതായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ 28 കോർപ്പറേഷൻ വാർഡുകൾ അടങ്ങുന്നതാണ് എൻ്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി. അതുകൊണ്ട് തന്നെ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ചെലുത്തി നിശ്ചയമായിട്ടും മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമിക്കും. അതാണ് മുഖ്യമായിട്ടും എനിക്ക് പറയാനുള്ളത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഈ പ്രദേശം നേരിടുന്ന പ്രശ്നമാണ്. 7 കോർപ്പറേഷൻ വാർഡുകൾ ബാധിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ 10 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം അവസാന ഘട്ടത്തിലാണത്. 2 മാസക്കാലത്തിനകത്ത് പുതിയ പൈപ്പ് ലൈൻ, അത് കാസ്റ്റ് ചെയ്യേണ്ട പൈപ്പ് ലൈൻ നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല പ്രഷർ കൊടുത്ത് വെള്ളം നമുക്ക് വാട്ടർ ടാങ്കുകളിൽ എത്തിക്കാൻ സാധിക്കുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്തെ ഉയർന്ന സ്ഥലങ്ങളിലും നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കും. മുഖ്യമായിട്ടും ഇതാണ്. പിന്നെ ടെക്നോ പാർക്കിൻ്റെ വലിയ വികസനമുണ്ട്, അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. ദേശീയപാതയിൽ തന്നെ അണ്ടർ പാസേജിൻ്റെ പ്രശ്നമുണ്ട്. ആളുകൾ വളരെ വിഷമിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് വിഷമിച്ചിട്ട് അതൊന്നും നടന്നിട്ടില്ല. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വേളിയിലെ റെയിൽവേ സ്റ്റേഷൻ അത് വികസിപ്പിക്കണം. കേന്ദ്ര ഗവൺമെൻറ്, റെയിൽവേ ബോർഡ്, റെയിൽവേ വകുപ്പ് വേളി റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും തഴഞ്ഞൊരു മട്ടാണ്. അത് വികസിപ്പിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ ജീവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കാനായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ പരിശ്രമങ്ങളാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് കണ്ണലത്തോട്ട് മതി അമ്മയും കണ്ണലത്തോട്ട് മതിയാണ്. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വീണ്ടും ജനവിധി തേടുകയാണ്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം, നിങ്ങളുടെ സ്നേഹവും എന്നോടുള്ള കരുതലും ചുറ്റികരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടായി രേഖപ്പെടുത്തി എന്നെ അഭിമാനകരമായിട്ടുള്ള വിജയം സമ്മാനിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവരാണ് നമ്മളെല്ലാ പേരും. ഏത് രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും ശരി, അവരെല്ലാ പേരും ഏകസ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട് വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചു എന്നുള്ള കാര്യം. ആ പുരോഗതി തുടരേണ്ടതായിട്ട് ഇപ്പം നിങ്ങൾക്കറിയോ, 75,000 പേരാണ് 10 വർഷത്തിനിടെ ടെക്നോ പാർക്കിൽ മാത്രം പുതുതായി വന്നു ചേർന്നത്, ജോലി കിട്ടിയത്. അതിനിയും വളരേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വികസനം, ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലായത്. നമ്മുടെ സർക്കാരിലായിരുന്നുവെങ്കിൽ ആ പദ്ധതി നടക്കുമായിരുന്നു, ഒരിക്കലും നടക്കുമായിരുന്നു. അപ്പോൾ അത്തരം പദ്ധതികൾ നമുക്ക് വീണ്ടും തുടരേണ്ടതായിട്ടുണ്ട്. അച്ഛനമ്മമാരുടെ പെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. 6.25 ലക്ഷം വീടുകൾ നിർമ്മിച്ച് 5 ലക്ഷം വീട് കൊടുത്തു. 1.25 ലക്ഷം വീട് ഇനി കൊടുക്കാനുണ്ട്. ഒപ്പം തന്നെ 2 സെന്റ് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും വീടും കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി BJP ആണെന്നാണ് പറയുന്നത്. BJPയും കോൺഗ്രസും ഒക്കെ ഉണ്ട്. എന്നാലും ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് ഇവിടെ മത്സരിച്ച് തോറ്റുപോയ ഒരാളാണ്. വീണ്ടും മത്സരിക്കണമെന്നുള്ള ഉദ്ദേശം പുള്ളിക്ക് ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു കാര്യമുണ്ട്. 5 വർഷം അത് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ, 6 വർഷം രാജ്യസഭാംഗമായിരുന്നപ്പോൾ ഈ കഴക്കൂട്ടം മണ്ഡലത്തിന് വേണ്ടി 5 നയാ പൈസ ചെലവഴിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒരു തെരുവ് വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാ? ഒരു റാന്തൽ വിളക്ക് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് കേരളത്തോടുള്ള നിലപാട് നമ്മൾ കണ്ടതാണ്. ഈ വയനാട്ടിലെ ദുരന്ത സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് വയനാട് ദുരന്തമൊന്നും തന്നെ പിടിക്കരുതെന്നാണ്. അതായത് ദുരന്തമാണ്. 400ഓളം ആളുകൾ മരണപ്പെട്ട, കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ, കണ്ണടച്ചു തുറക്കുന്നതിന് പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് മരിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ വലിയൊരു ദുരന്തമെന്ന് വിളിക്കുന്നത് പാതകമാണെന്ന് പറഞ്ഞാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ കാലത്തും കേരളത്തിന്റെ ചെലവിൽ വന്ന് കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടും കേരളത്തിലെ വികസന പദ്ധതികൾക്കെതിരായിട്ടും സംസാരിക്കുകയും പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. 10 വർഷം കൂടുമ്പോഴത്തേക്ക് ചില ദേശാടന പക്ഷികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് 2, 4, 5 വർഷം കൂടുമ്പോൾ വന്നു ചേരുന്ന ദേശാടന പക്ഷികളാണ്. അതുപോലെയാണ് ഇവർ 5 വർഷം കൂടുമ്പോൾ വരും, അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ വരും. 2 മാസക്കാലം സജീവമായിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പിനെ നേരിടും. അന്ന് വൈകുന്നേരം വണ്ടി കയറും. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവർ നമ്മൾ കാണുന്നത്.
ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് 50 വർഷമായിട്ട് ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം തന്നെയുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും ഞാനുണ്ട്. ഞാൻ എത്തിച്ചേരാത്തതായിട്ടുള്ളൊരു ഭവനം പോലും ഒരുപക്ഷെ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവില്ല. 10 വർഷം MLA-യും മന്ത്രിയും നേരത്തെ ഒരിക്കൽ MLA ആയിരുന്ന കാലത്തല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഇവിടവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അടുക്കൽ എത്താൻ കഴിയുന്ന തരത്തിലുള്ള ദൂരത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ നിങ്ങളുടെ ചൂടും ചൂരുമേറ്റ് പ്രവർത്തിച്ചതായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. നിശ്ചയമായിട്ടും എന്നെ വിജയിപ്പിക്കണം. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാടിനൊരു നാഥനുണ്ട്. ഒരു കുടുംബത്തിലൊരു നല്ല നാഥനുണ്ടെപ്പോഴാണ് കുടുംബം നന്നാവുക. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. നാഥനില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും? ഒരു നാഥനോ നാഥയോ ഒരാളുണ്ടാവണം. 10 വർഷമായിട്ട് നമുക്കൊരു നാഥനുണ്ട്. എല്ലാം അതുകൊണ്ട് നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടൈം കൂടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. കുറേ കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥ കേരളത്തിനുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതിനുവേണ്ടി ചുറ്റികരിവാൾ നക്ഷത്രം എൻ്റെ ചിഹ്നം നിങ്ങളുടെ ഹൃദയ ചിഹ്നമായിട്ട് സ്വീകരിക്കണമെന്ന അപേക്ഷയോടുകൂടി നിങ്ങളിവിടെ നൽകിയ സ്നേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വർത്തമാനമായ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് അമിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന വിപ്ലവം അത് നേരിട്ട് കാണുന്നവരാണ് നമ്മൾ. ആ വികസന വിപ്ലവത്തിനൊരു തുടർച്ചയുണ്ടാവണം. തുടർച്ചയുണ്ടാകണമെങ്കിൽ കേരളത്തിലൊരു നാഥൻ ഉണ്ടാവണം. ഇന്ന് കേരളത്തിലെ നാഥൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു നാഥനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് 10 വർഷമായിട്ട് നമ്മുടെ നാട് ഈ നിലയിലുള്ള പുരോഗതി കൈവരിച്ചത്. നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായിട്ട് മാറി. നമ്മുടെ ആശുപത്രികൾ മെച്ചപ്പെട്ട ആശുപത്രികളായി. നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMTC നിലവാരത്തിൽ ഉയർന്നു. ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ, വൻകിട കമ്പനികൾ വന്നു. 75,000-ഓളം പുതിയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷമായി ടെക്നോ പാർക്കിൽ ജോലി തേടിയെത്തിയത്. കുടിവെള്ളത്തിലൊരു പ്രശ്നം നമ്മൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് നമ്മുടെ പരിഹാരം കണ്ടിരിക്കുകയാണ്. 2 മാസത്തിനകത്ത് ഇപ്പോൾ 8.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസ്റ്റ് ചെയ്യുന്ന പൈപ്പ് ലൈൻ ഇട്ട് വരികയാണ്. അത് ഏതാണ്ട് നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ടാങ്കിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെസ്റ്റൊക്കെ നടത്തി അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം മാക്സിമം വേണ്ടിയില്ല. 2 മാസം കഴിയുമ്പോഴേക്ക് ഇന്ന് വെള്ളം ഒഴുകുന്ന ടാങ്കിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ടാങ്കിലൂടെ നല്ല പ്രഷറിൽ വെള്ളം ഒഴുകുമ്പോൾ നമ്മൾ മൺവിളയിൽ തന്നെ കെട്ടിയ ആ വലിയ ടാങ്കിൽ ഒരു 4-5 മീറ്റർ വെള്ളം എപ്പോഴും ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഉയർന്ന ഇടങ്ങളിൽ പോലും നമുക്ക് കുടിവെള്ളം കിട്ടും. അതിനുവേണ്ടി കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം അത് അവസാന ഘട്ടത്തിലാണ്. കോവിഡ് വന്നതുകൊണ്ടാണ് ഏതാണ്ട് 1-2 വർഷക്കാലം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. പിന്നീട് കോൺട്രാക്ടർ വലിയ തുക അഡീഷണലായിട്ട് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് അത് കൊടുത്തില്ല. ഇതെല്ലാം കൊണ്ട് ഏതാണ്ട് 3-3.5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് കുറച്ച് വൈകിപ്പോയത്. പക്ഷേ 2 മാസത്തിനകത്ത് കമ്മീഷൻ ചെയ്തതോടുകൂടി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ചെങ്കൊടിക്കാടടക്കം എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ കഴിയും. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ്. നമ്മളോരോ നേട്ടങ്ങൾ, ഈ നാടിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി 4 കാശിൻ്റെ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ള ബാധ്യതയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴെല്ലാം അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേരളത്തിൻ്റെ വികസനത്തെ പാരവെച്ചിട്ടുണ്ട്. ഇവിടെ വയനാട് ദുരന്തം, ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായപ്പോൾ എത്ര നിസ്സാരവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന് വയനാട് ദുരന്തമൊന്നും വിളിക്കരുത്, അത് വലിയ ദുരന്തമാണോ? ഒരു പഞ്ചായത്തിൻ്റെ 2 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമില്ലെന്ന് 10-400 ആളുകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ സർവ്വവും നഷ്ടപ്പെട്ടവരായി മാറുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിയുന്നതിന് മുമ്പ് തന്നെ, മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മരണത്തിൻ്റെ ഗഹ്വരത്തിലേക്ക് വീണുപോവുകയും ചെയ്ത ഒരു മഹാദുരന്തത്തെ പോലും നിസ്സാരവൽക്കരിച്ച്, ഒരുപക്ഷെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് സഹായം നമുക്ക് കിട്ടാതെ വരും. അദ്ദേഹം ഇവിടെ വയനാട്ടിൽ വന്ന് പരസ്യമായിട്ട് ഇത് വലിയ ദുരന്തമൊന്നുമല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഡൽഹി പോയി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?
അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. ഇല്ലെങ്കിൽ ദില്ലിയിൽ നമുക്ക് സഹായം തരുന്നേ, ഒരു സഹായം നമുക്ക് അതില്ലല്ലോ. എപ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, അപ്പോഴെല്ലാം ദില്ലിയിൽ പോയി അതിന് പാര പണിഞ്ഞിട്ടുണ്ട്. സഹമന്ത്രിയായിരുന്ന കാലത്ത്, കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ വരുന്നത് തന്നെ കേരളത്തിലെ ഗവൺമെന്റിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ നിശ്ചയമായിട്ടും മറുപടി പറയണം. തൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന, തൻ്റെ സിഗ്നേച്ചർ എന്താണ് ഈ മണ്ണിലുള്ളത്. ഒരു കാലണയുടെ അല്ലെങ്കിൽ ഒരു 5-10 ഉറുപ്പിക കൊടുത്താൽ കിട്ടുന്നതായിട്ടുള്ള ഒരു അരക്കിലാമ്പ്, ഒരു റാന്തൻ ഈ നാട് വെളിച്ചം ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? പറയണ്ടേ? അപ്പോൾ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ അച്ഛനമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം. ഇപ്പോൾ ഭൂമിയില്ലാത്ത ആളുകളുണ്ട്, ആ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും കൊടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയെല്ലാം ഇപ്പോൾ ജോലിയായിട്ട് അംഗീകരിച്ചു ഗവൺമെൻറ്. വീട്ടുജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക്, 35-നും 60-നും മധ്യ പ്രായമുള്ള സഹോദരിമാർക്ക്, മറ്റ് ആനുകൂല്യങ്ങളില്ലാത്തവർക്ക് 1000 രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തൊഴിൽ പരിശീലനത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് പോക്കറ്റ് മണി 2000 രൂപ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ അഴിമതി രഹിതമായിട്ടുള്ള ഫലം നടത്തുന്ന ഒരു ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് അപേക്ഷിക്കുന്നത്. BJPക്കും കോൺഗ്രസിനും നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അവരാകെ പറയുന്നത് ശബരിമലയും സ്വർണ്ണക്കൊള്ളയുമാണ്. സ്വർണ്ണക്കൊള്ള നടത്തി ആരുണ്ടെങ്കിലും അവരകത്താവുന്നുള്ള കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യം. ചിലർ പിടിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പിടിച്ച അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ BJPയുടെ നേതാക്കന്മാരിങ്ങനെ ഹാലുകളിൽ തുള്ളുന്നുണ്ടായിരുന്നു. ചില ആളുകളുടെ നിനക്ക് ജയിലിലാക്കിയപ്പോൾ അങ്ങനെയൊന്നും തുള്ളേണ്ട കാര്യമില്ല. കുറ്റവാളികൾ ആരായിരുന്നാലും ശരി, അത് ആരായിരുന്നാലും ശരി, അവർ നിയമത്തിൻ്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നേരിട്ട് നടത്തുന്ന അന്വേഷണം 4-5 മാസക്കാലമായി നടന്നു വരുന്ന അന്വേഷണം അത് വീണ്ടും വാർത്തയാക്കി അതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് സ്വർണ്ണക്കൊള്ള പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് കോൺഗ്രസും BJPയും സംയുക്തമായിട്ട് പരിശ്രമിക്കുന്നത്. അതൊന്നും ഇവിടെ വില പോവില്ല. ചില പത്രങ്ങളിൽ തന്നെ, തിരുവനന്തപുരത്ത് ഒരു പത്രത്തെ BJP വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെയ്ഡ് ന്യൂസ് എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ പാർട്ടി ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ന്യൂസേ അവർ ഇടത്തുള്ളൂ. ഇന്ന് ഒരു പത്രത്തിൻ്റെ വാർത്ത വായിച്ചാൽ നമുക്ക് അതാ തോന്നുക. 5 വർഷമായിട്ട് ഇവിടെ ഇല്ലാത്ത ഒരാൾ എല്ലാ ദിവസവും രാവിലെ ശ്രീകാര്യത്തെ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കണമെന്ന് എഴുതണമെങ്കിൽ ഇവിടെ എല്ലാം തൊലിക്കട്ടി എത്രമാത്രം അപാരമാണെന്ന് പറയേണ്ടിയിരിക്കുകയാണ്. ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ചേട്ടനെ കാണുന്നില്ല, എല്ലാ ദിവസവും മീൻ വാങ്ങിക്കാൻ വരുന്ന എന്തൊക്കെയാണ്. അവിടുന്ന് BJPയുടെ ആഫീസിൽ എഴുതി കൊടുക്കുന്നത് അച്ചടിക്കുന്ന ഒരു പത്രം, അതിന് അവർക്ക് പൈസ കൊടുക്കും. നമ്മുടെ കൊടുക്കാൻ പൈസയില്ല, നമ്മുടേത് അച്ചടിക്കുന്ന കുഴപ്പമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും നമ്മളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ടല്ല, കഴിഞ്ഞ 10-40 വർഷമായിട്ട് ആളുകളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അതൊന്നും ഇവരാരെങ്കിലും വിചാരിച്ചാൽ പറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. ഞാൻ ഇവിടെ തന്നെ ജനിച്ച്, ഇവിടെ തന്നെ വളർന്ന്, ഇവിടെ തന്നെ ജീവിക്കുന്നതാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് കുറ്റിയും പറിച്ചും വന്ന ഒരാളൊന്നും. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഒരു 15 മിനിറ്റിൻ്റെ സമയം മാത്രമേ വേണ്ടി എനിക്ക് ഈ ചെങ്കൊടിക്കാടിൽ എത്തിച്ചേരാൻ. ഒരു ടെലിഫോൺ കോൾ കിട്ടിയാൽ ചെങ്കൊടിക്കാടിൽ എത്തിച്ചേരാൻ 15 മിനിറ്റ് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അങ്ങനെയുള്ള എന്നെ നിങ്ങളുടെ സഹോദരനായിട്ട് കരുതി, സ്നേഹിതനായിട്ട് കരുതി, മകനായിട്ട് കരുതി, ഏട്ടനോ അനിയനോ ഏത് റോഡ് വേണമെങ്കിലും എനിക്ക് തരാം. അങ്ങനെ കരുതി ചുറ്റിക്കരുവാ നക്ഷത്രമടയാളത്തിൽ നിങ്ങൾ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നിങ്ങൾ നൽകണമെന്ന്. ഇവർക്കെല്ലാം ചുട്ട മറുപടി എങ്ങനെ കൊടുക്കാനുള്ളത്? എന്തൊക്കെയാണ് കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു തുണിയില്ലാത്ത സന്യാസി കാണിക്കും. ഈ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. UP-യിലും ബീഹാറിലും ഒക്കെ ഈ തുണിയില്ലാതെ നടന്നാൽ കുഴപ്പമില്ല. ഇവിടെ സന്യാസി തുണിയിലാണ്. അയാളെ കെട്ടിപ്പിടിക്കുന്ന BJPയുടെ അധ്യക്ഷൻ. നാട്ടിലാകെ പ്രശ്നമായപ്പോൾ BJP അധ്യക്ഷൻ പറയുന്നത് വഴി പോയി ഒരുത്തിനാണ്, ഞാൻ കണ്ടില്ല, പിടിച്ചില്ല, പിന്നെ എൻ്റെ വണ്ടി ഞാൻ കയറ്റിയിരുത്തി, പിന്നെ നാറിയതോട് ഞാൻ 500 രൂപ കൊടുത്ത് പിടിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു, പെട്രോൾ എനിക്ക് 500 രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന നിലയിലേറി എന്തൊക്കെയാണ് നടക്കുന്നത്. പാട്ട് കൊട്ടാൻ പറഞ്ഞില്ല, പാട്ട് കൊട്ടാൻ പറഞ്ഞു. അപ്പോൾ കൊറോണ വൈറസ് ഓടിപ്പോകുന്നു. ചാണകം തിന്നുന്ന സംഖ്യകളുണ്ട്, പശുവിൻ്റെ മൂത്രം കുടിക്കുന്ന സംഖ്യകളുണ്ട്. സത്യത്തിൽ ഇവർ നാടിനെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനയത്തോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നമുക്കിത്തരം ഒരു വിഷമാണ് ചെയ്യുന്നത്. നമ്മളുടെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുക. ജാതിയും മതവും ഒന്നും നമ്മുടെ ഇടയിലില്ല. സത്യത്തിൽ ക്ലാസ്സിലിരിക്കുന്ന 5ാം ക്ലാസ്സിൽ തൊട്ട് 10ാം ക്ലാസ് വരെ ഇരിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് ഇരിക്കട്ടെ. 10ാം ക്ലാസ്സിലാവുമ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ കുട്ടിയുടെ ജാതി അറിയാം.
എൻ്റെ കൂട്ടുകാരൻ്റെ പേര് രമണി എന്നാണ്. അതേ എനിക്കറിയാം. വളരെ ജാതിപ്പെട്ടാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയുന്നത് നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ഈ BJPയും സംഘപരിവാരും ജാതി പറഞ്ഞ് പഠിപ്പിക്കുക, മതം പറഞ്ഞ് പഠിപ്പിക്കുക, മതവിദ്വേഷമാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഈ മണ്ണ് വഴങ്ങില്ല. കാര്യം ഇത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും അതുപോലെ ചട്ടമ്പി സ്വാമികളും ഒക്കെ തന്നെ ഉഴുതു മറിച്ച നവോത്ഥാനത്തിൻ്റെ മണ്ണാണ്. ആ നവോത്ഥാനത്തെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിൻ്റെ മൂല്യവത്തായ ഭരണഘടനയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.